Hey BCom and BBA students. Looking for FY UGP classes for BCom and BBA. Looking for summarized notes. Need university updates and exam preparation methods. Do you want all this for free? Join our WhatsApp channel now. ഹലോ വെൽക്കം ടു സ്റ്റഡി ബോർഡ്. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് ഇവിടെ നോക്കാനായിട്ട് പോകുന്നത് നമ്മുടെ FIUGP BCom 5th സെമസ്റ്റർ ഇൻകം ടാക്സ് എന്ന് പറയുന്ന പേപ്പറിൽ നമ്മുടെ സെക്കൻഡ് ചാപ്റ്ററാണ്. അപ്പോൾ സെക്കൻഡ് ചാപ്റ്ററിൽ നമ്മളിത് 4ാമത്തെ ക്ലാസ്സാണ് എടുക്കുന്നത്. ഓൾറെഡി നമ്മൾ 3 ക്ലാസ്സുകൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഓർഡർ തന്നെ, അതായത് ആദ്യമായിട്ട് ഈ ക്ലാസ് കാണുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ ആ ഓർഡറിൽ തന്നെ പഠിച്ചു വരുന്നതായിരിക്കും നന്നാവുക. അപ്പോൾ ഇൻകം ടാക്സ് കുറച്ച് നമ്മളെന്താണ് ഇപ്പോൾ കണ്ടന്റ് വൈസ് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു പോകാനുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ക്ലാസ് കുറച്ചൊരു അതിൻ്റെ ഡ്യൂറേഷൻസ്, അതായത് ഇപ്പോൾ ക്ലാസ്സസിൻ്റെ ഡ്യൂറേഷൻ കുറച്ച് കൂടാൻ ചാൻസ് ഉണ്ട്. അതായത് ഇപ്പോൾ ഒരുപാട് ഭാഗങ്ങളായിട്ട് ഒരു ചാപ്റ്ററിൻ്റെ ക്ലാസ്സുകൾ തന്നെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ട് നിങ്ങളത് ഫോളോ ചെയ്യുക. അപ്പോൾ അത് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ കാണുകയാണെങ്കിൽ അത് നല്ലതായിരിക്കും. ഓക്കെ, പിന്നെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് നമുക്ക് ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ചെയ്യണമെന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ മുൻപായിട്ട് നമുക്ക് ഈ ക്ലാസ്സുകൾ ഞാൻ വേഗം തീർക്കുകയാണെങ്കിൽ, അതായത് എന്തായാലും ഒരു 4 ചാപ്റ്ററാണ് നിങ്ങൾക്ക് മെയിനായിട്ട് പഠിക്കാനായിട്ട് വരുന്നത്. 5ാമത്തത് ഓപ്പൺ മോഡ്യൂൾ വൈസ് നോക്കിക്കഴിഞ്ഞാൽ 4 മോഡ്യൂളല്ലേ, അത് പെട്ടെന്ന് തന്നെ നമുക്ക് തീർക്കാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിൽ നമുക്കിനി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത് SSC എന്തായിരുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അത് SSC എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെല്ലാണോ ടാക്സ് ഈടാക്കപ്പെടുന്നത്, അല്ലെങ്കിൽ ആരെ അക്കൗണ്ട്സ് ആണോ ഇൻകം ടാക്സ് അതോറിറ്റീസ് പരിശോധിക്കുന്നത്, അവരാണ് SSC. അവരായിരിക്കും ടാക്സ് ചിലപ്പോൾ കൊടുക്കേണ്ടി വരും, ചിലപ്പോൾ കൊടുക്കേണ്ട ആവശ്യം വരില്ല. അത് ആ കാൽക്കുലേഷൻ്റെ അടിസ്ഥാനത്തിലാണ് വരിക. അപ്പോൾ ഈ ഒരു ടാക്സ് നമ്മൾ എങ്ങനെയാണ് ടാക്സിന് നിരക്കുകൾ വരുന്നത്, റേറ്റ്സ് ഓഫ് ടാക്സ് ആണ് ഈ ഒരു ക്ലാസ്സിൽ നമുക്ക് നോക്കാനായിട്ടുള്ളത്. ടാക്സ് നിരക്കുകൾ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ റേറ്റ്സ് ഓഫ് ടാക്സ് ഫോർ ദ പ്രീവിയസ് ഇയർ 2025-26 വരുന്ന ടാക്സ് റേറ്റ് ആണ്. അത് പഴയ ടാക്സ് റെജീം എന്ന് പറയും, റെഗുലർ ടാക്സ് റെജീമാണ്. പുതിയ റെജീം വേറെയുണ്ട്. അപ്പോൾ അത് ആദ്യത്തെ ടാക്സ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാന്ന് വെച്ചാൽ, ടാക്സ് റേറ്റ്സ് അപ്ലിക്കബിൾ ഫോർ ഇൻഡിവിജ്വൽ, HUF, ബോഡി ഓഫ് ഇൻഡിവിജ്വൽ ആൻഡ് എവരി ആർട്ടിഫിഷ്യൽ ജുഡീഷ്യൽ പേഴ്സൺ ഓൺ ഇൻകം. അപ്പോൾ ഇൻഡിവിജ്വലും HUFും ബോഡി ഓഫ് ഇൻഡിവിജ്വൽ, ആർട്ടിഫിഷ്യൽ ജുഡീഷ്യൽ പേഴ്സൺ, ഇൻഡിവിജ്വൽ, HUF, ബോഡി ഓഫ് ഇൻഡിവിജ്വൽ, ആർട്ടിഫിഷ്യൽ ജുഡീഷ്യൽ പേഴ്സൺ, ഇവരിലൊക്കെ എങ്ങനെയാണ് ടാക്സ് റേറ്റ് വരുന്നത് റെലവൻറ്റ് ടു അസസ്മെൻറ്റ് ഇയർ 2026-27. അപ്പോൾ അതിൽ ഇൻ ദ കേസ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ അതർ ദാൻ senior citizen of 60 years of age or more, incomes up to 2,50,000 is exempt. 60 വയസ്സിന് താഴെയുള്ള ഇൻഡിവിജ്വൽസ് ആണെങ്കിൽ എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറയുന്ന 2,50,000 വരെ വരുമാനം കിട്ടുന്ന ഒരാൾക്ക് ടാക്സ് അടയ്ക്കേണ്ട. 2,50,000 മുതൽ 5 ലക്ഷം വരെ 5% ടാക്സ് നിരക്ക് വരും. അതിൻ്റെ ഇടയിൽ വരുമ്പോൾ 5%. അതിന് റിബേറ്റ് വരുന്നുണ്ട്. നമുക്ക് ആ റിബേറ്റിലേക്ക് കടക്കാം. അതിന് മുൻപായിട്ട് നിങ്ങൾ ബേസിക് ആയിട്ട് അതിൻ്റെ സ്ലാബ് നോക്കി വെക്കുക. ടോട്ടൽ ഇൻകം 5-ന്ന് 10 വരെയാണെങ്കിൽ 20%, എബൌട്ട് 10 ലാക്ക് ആണെങ്കിൽ, വാർഷിക വരുമാനം കേട്ടോ ഉദ്ദേശിക്കുന്നത്. ഇപ്പം ഒരു മാസം 2 ലക്ഷം കിട്ടുന്ന ആളാണെങ്കിൽ അയാൾക്ക് 30% ശരിക്കും വരേണ്ടത്. പിന്നെ നമുക്ക് പിന്നെയും കാൽക്കുലേഷൻസ്, റിബേറ്റ് ഒക്കെ കുറച്ചിട്ട് ടാക്സ് കുറച്ച് കുറയും. അപ്പോൾ ഇത്രയാണ് ടാക്സ് നിരക്ക് വരുന്നത്. അപ്പോൾ ഒന്ന് നില്ല്, പിന്നെ 5%, 20%, 30%. അത് 60 വയസ്സിന് താഴെ വയസ്സുള്ള ആൾക്കാർ ഈ ക്യാഷ് സമ്പാദിക്കുകയാണെങ്കിൽ, ഇത്രയും സാലറിയോ അല്ലെങ്കിൽ വരുമാനം, ഇൻകം ഉണ്ടാക്കുകയാണെങ്കിൽ. ഇനി ഇൻ ദ കേസ് ഓഫ് എവരി ഇൻഡിവിജ്വൽ ബീങ് എ റെസിഡൻറ്റ് ഓഫ് ഇന്ത്യ, അത് റെസിഡൻ്റ് ആയിരിക്കണം എന്നുള്ളതാണ്. ഇതും അതർ ദാൻ സീനിയർ സിറ്റിസൺ. അത് റെസിഡൻറ്റ് നോൺ റെസിഡൻറ്റും വരാം. നോൺ റെസിഡൻ്റ് അല്ല, നോൺ റെസിഡൻ്റ് ആണെങ്കിലും ഇൻകം നമ്മുടെ ഇന്ത്യയിൽ നിന്നാണ് വാങ്ങുന്നതെങ്കിൽ ടാക്സ് വരും. അപ്പോൾ അതിൻ്റെയും നമുക്ക് ഇതിൽ വരുന്നുണ്ട്, അതിൻ്റെ വകുപ്പുകൾ പറയാനായിട്ട് വരുന്നുണ്ട്. ആദ്യം നമുക്ക് പ്ലെയിൻ ആയിട്ട് ടാക്സ് റേറ്റുകൾ പറഞ്ഞു പോവാം. പിന്നെ ഇൻ ദ കേസ് ഓഫ് എവരി ഇൻഡിവിജ്വൽ ബീങ് റെസിഡൻറ്റ് ഇൻ ഇന്ത്യ ഹു ഈസ് 60 ഇയേഴ്സ്. അപ്പോൾ ഇത് 60 വയസ്സ് കഴിഞ്ഞ ആൾക്കാർക്ക് കൊടുക്കുന്ന ഒരു ചെറിയ ആനുകൂല്യമാണ്. ഇവിടെ 2.5 ലക്ഷത്തിന് വരെ 3 ലക്ഷമായി. ബാക്കിയൊക്കെ സെയിം ആണ്. 3 ലക്ഷം മുതൽ 5 ലക്ഷം വരെ 5%. ഇവിടെ 2.5 ആയിരുന്നു. 2.5 വരെ ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമില്ല. 3 ലക്ഷം മുതൽ 5 വരെ 5%. ഇവിടെ 2.5 മുതൽ 5 വരെ ആയിരുന്നു. അപ്പോൾ ഇത് റെസിഡൻറ്റിനെ കിട്ടുള്ളൂ. റെസിഡൻറ്റ് എന്താണെന്ന് നമുക്ക് പറയാം.
പിന്നെ എന്താണ് ഈ പറയുന്ന ടോട്ടൽ ഇൻകം 5 ലക്ഷം മുതൽ 10 ലക്ഷം വരെ 20%. അതായത് 10 ലക്ഷത്തിന് മുകളിൽ 30. നേരത്തെ അതേപോലെ. ഇനി ഇതും അടുത്തത് സൂപ്പർ സീനിയർ സിറ്റിസൺസ് ഉണ്ടാവും. അതായത് 80 വയസ്സിന് എബവ് 80 ഇയേഴ്സ് ഓർ 80 ഇയേഴ്സ് ഓർ മോർ ദാൻ 80 ഇയേഴ്സ് ആണെങ്കിൽ 5 ലക്ഷം വരെ. അപ്പോൾ ഈ ഒരു 5% ടാക്സ് വരുന്നില്ല. 5 ലക്ഷം വരെ ടാക്സ് ഒന്നുമില്ല. 5 മുതൽ 10ന്റെ ഇടയിലാണ് വരുമാനം വാങ്ങുന്നതെങ്കിൽ എന്താണ് 20 ലക്ഷം വരും. 10 ലക്ഷമോ അതിന് മുകളിലോ വാങ്ങുകയാണെങ്കിൽ എന്താണ് 30% എന്താണ് ടാക്സ് വരും. 20% 5 മുതൽ 10 വരെ. 5 ലക്ഷം വരെ ഒരു ടാക്സും സൂപ്പർ സീനിയർ സിറ്റിസൺസിന് വരുന്നില്ല. ഇനി ഒരു സർചാർജ് വരും. അത് നമുക്ക് എന്താണ് സർചാർജിനെ കുറിച്ചിട്ട് നമുക്ക് അടുത്ത പേജുകളിലായിട്ട് വരുന്നുണ്ട്. പിന്നീട് എന്താണ് ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് വരുന്നുണ്ട്. ടാക്സിൽ ഒരു 4% കൂടി ഹെൽത്തിനും എഡ്യൂക്കേഷനുമായിട്ട് എന്താണ് ഗവൺമെൻറ് ഒരു സെസ്സും ഈടാക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇതാണ് ഞാൻ പറഞ്ഞത് റിബേറ്റ് വരുന്നുണ്ട്. റിബേറ്റ് ഓൾഡ് ടാക്സ് റെജീം. അപ്പോൾ ഇവിടെ ഈ ഒരു ടാക്സ് റെജീമിലാണ് അത് വരിക. നമുക്ക് ഏത് ടാക്സ് റെജീമാണെന്നുള്ളത് സെലക്ട് ചെയ്യാം. അപ്പോൾ റിബേറ്റ് സെക്ഷൻ 87A ആണ്. എ റെസിഡന്റ് ഇൻഡിവിജ്വൽ ഓർഡിനറിലി റെസിഡന്റ് ഓർ നോട്ട് ഓർഡിനറിലി റെസിഡന്റ് ക്യാൻ ക്ലെയിം റിബേറ്റ് അണ്ടർ സെക്ഷൻ 87A. അതായത് റെസിഡൻഷ്യൽഷിപ്പ് 3 തരത്തിൽ തരംതിരിച്ചിട്ടുണ്ട്. നമുക്ക് ആ ക്ലാസ്സിലേക്ക് അല്ലെങ്കിൽ റെസിഡൻഷ്യൽഷിപ്പിനെ കുറിച്ച് പറയുന്ന നേരത്തെ നമുക്ക് പോവാം. അപ്പോൾ ഓർഡിനറി റെസിഡന്റും നോട്ട് ഓർഡിനറിലി റെസിഡന്റും നോൺ റെസിഡന്റും ഉണ്ട്. അപ്പോൾ അതിൽ ഈ ഓർഡിനറിലി റെസിഡന്റും നോട്ട് ഓർഡിനറിലി റെസിഡന്റിനാണ് റിബേറ്റ് അവകാശപ്പെടാൻ ക്ലെയിം ചെയ്യാൻ സാധിക്കുക. ഓർഡിനറി ആൻഡ് നോട്ട് ഓർഡിനറിലി. അപ്പോൾ റെസിഡന്റ് ഇൻഡിവിജ്വൽ ഓർഡിനറിലി ആൻഡ് നോട്ട് ഓർഡിനറിലി ആണ്. നോൺ റെസിഡന്റ് ഉണ്ട്, അവർക്ക് പറ്റില്ല. അപ്പോൾ റെസിഡൻഷ്യൽഷിപ്പ് എന്താണെന്ന് നമുക്ക് പറയാം. അപ്പോൾ ഞാനൊന്ന് പറഞ്ഞു വെക്കുന്നുള്ളൂ, നിങ്ങൾ എന്താണ് കൺഫ്യൂഷൻ ആവണ്ട. ഇത് ആദ്യം ഓർത്ത് വെക്കുക. OR അല്ലെങ്കിൽ ഓർഡിനറിലി റെസിഡന്റും നോട്ട് ഓർഡിനറിലി റെസിഡന്റിനാണ് റിബേറ്റ് ക്ലെയിം ചെയ്യാൻ പറ്റുക. റിബേറ്റിന്റെ സെക്ഷൻ പ്രത്യേകമായിട്ട് ഓർത്ത് വെക്കുക 87A ആണ്. അപ്പോൾ അതിൽ എന്താണ് ടോട്ടൽ ഇൻകം 5 ലക്ഷത്തിൽ താഴെയാണെങ്കിൽ എന്താണ് 5 ലക്ഷത്തിൽ താഴെയോ ഈക്വലോ ആണെങ്കിൽ ഈ പറയുന്ന 5 ലക്ഷമോ അതിൽ താഴെയോ ആണെങ്കിൽ 12,500 വരെ റിബേറ്റ് കിട്ടും. അതുകൊണ്ട് തന്നെ ഇവിടെ പറഞ്ഞ എല്ലാവർക്കും റിബേറ്റ് 5 ലക്ഷം വരെ, അതായത് എന്താണ് 5 ലക്ഷം വരെ ടാക്സ് അടയ്ക്കേണ്ട. ശരിക്കും ഈ 250 മുതൽ 5 ലക്ഷം വരെയുള്ള ഒരാൾക്ക് എന്താണ് അയാൾ ടാക്സ് 12,500 മാക്സിമം വരുള്ളൂ. കാര്യം 5% അല്ലേ. അപ്പം എന്താണ് റിബേറ്റ് 12.5 അതായത് എന്താണ് 12,500 രൂപ റിബേറ്റ് പോവാന്ന് പറയുമ്പോൾ എന്താണ് ടാക്സേ വരൂല എന്നുള്ളതാണ്. അതായത് നിങ്ങളിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരാൾ 5 ലക്ഷം എന്താണ് രൂപ വാങ്ങുന്നുണ്ടെങ്കിൽ അയാൾക്ക് ടാക്സ് എത്ര വരും എന്ന് വെച്ചാൽ ഈ 12,000 വരുള്ളൂ, 12,500 വരുള്ളൂ. കാര്യം 5 ലക്ഷത്തിനല്ല 2.5 വരെ എക്സംഷൻ ആണ്, അത് കുറയ്ക്കും. ഇപ്പോൾ ഒരാൾ 5 ലക്ഷം വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക, ടാക്സിന്റെ രീതി എങ്ങനെയാന്ന് വെച്ചാൽ ഒരാൾ 5 ലക്ഷം എന്താണ് അയാൾക്ക് എന്ത് കിട്ടുന്നുണ്ട്, വരുമാനം കിട്ടുന്നുണ്ട്. അപ്പോൾ 2.5 വരെ ടാക്സ് ഇല്ലല്ലോ. അപ്പോൾ ഇതിന്ന് 2.5 ലക്ഷം കുറയ്ക്കാം. അപ്പോൾ 2.5 ലക്ഷം കുറച്ചാൽ ബാക്കി 2.5 ലക്ഷമാണ് ഇയാൾ വരുമാനം വാങ്ങുന്നത്. ആ വരുമാനത്തിന്റെ 5% എന്ന് പറയുന്നത് എത്രയാ? അത് 12,500. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് എന്താണ് റിബേറ്റ് ആയിട്ട് പോകും, റിബേറ്റ് കിട്ടും. അതായത് 5 ലക്ഷമോ അതിൽ താഴെയോ വരുമാനം വാങ്ങുന്ന ഒരാൾക്ക് 12,500 രൂപ റിബേറ്റ് കിട്ടുമെന്ന് പറയുമ്പോൾ മൊത്തത്തിൽ എന്താണ് ഈ ഒരു ഇത് ടാക്സ് ഇല്ല, ഇയാൾക്കും ടാക്സ് ഇല്ല, ആർക്കും ടാക്സ് വരുന്നില്ല. ഓക്കെ, അപ്പോൾ അതാണ് അതിൽ പറഞ്ഞു വെക്കുന്നത്. ഓൾഡ് ടാക്സ് റെജീമാണ്. ഇത് പഴയ നിരക്കുകളാണ്. പുതിയ നിരക്കുകൾ ഇപ്പോൾ 12 ലക്ഷം വരെ ടാക്സ്, 12 ലക്ഷം വരെ ടാക്സ് ഇല്ലാത്തതാണ് പുതിയ നിരക്ക്. അത് നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് എന്താണ് റിബേറ്റിനെ കുറിച്ച് പറയുന്നത്. സെക്ഷൻ നിങ്ങൾ ഓർത്ത് വെക്കുക 87A ആണ്. എ റെസിഡന്റ് ഇൻഡിവിജ്വൽ ഓർഡിനറിലി റെസിഡന്റ് ഓർ നോട്ട് ഓർഡിനറിലി റെസിഡന്റ് ക്യാൻ ക്ലെയിം എ റിബേറ്റ് അണ്ടർ സെക്ഷൻ 87A. കണ്ടീഷൻ ഓൾഡ് ടാക്സ് റെജീം എന്താണ്? ടോട്ടൽ ഇൻകം ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 lakh. റിബേറ്റ് ടാക്സ് പേബിൾ ഓർ 12,500. എത്രയാണോ കുറവ് അത് എന്താണ് അടയ്ക്കുക. അപ്പോൾ ടാക്സ് പേബിൾ ആണ് കുറവെങ്കിൽ അത് റിബേറ്റ് വരും, അല്ലെങ്കിൽ 12,500 ഏതാണോ കുറവ്. എക്സാം പോയിന്റുകൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട സെക്ഷൻ എന്താണ് 87A ആണ്. അത് റെസിഡൻസിന് മാത്രമേ ഇത് അപ്ലിക്കബിൾ ആയിട്ടുള്ളൂ. റെസിഡന്റ് എന്ന് വെച്ചാൽ ഓർഡിനറിലി റെസിഡന്റും ഉണ്ട്, നോട്ട് ഓർഡിനറിലി റെസിഡന്റും ഉണ്ട്. ഓൾഡ് ടാക്സ് റെജീമിനാണ് ഇത് കിട്ടുക. മാക്സിമം റിബേറ്റ് 12,500. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ് ടാക്സ് നിരക്കുകൾ കണ്ടു, കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. നമ്മൾ എന്താണ് അതിലൊരു ഹെൽത്ത് സെസ്, ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് 4% എന്നുള്ളത് നിങ്ങൾ ഓർത്ത് വെക്കുക. സർചാർജിനെ കുറിച്ച് പറയാമെന്ന് പറഞ്ഞു. സർചാർജ് എന്താണ് ഇവിടെ വരുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ റിബേറ്റ് കണ്ടു അല്ലേ. ഇനി എന്താണ് സർചാർജ് ആണ് വരുന്നത്. സർചാർജ് ഇസ് ലെവീഡ് ആസ് ആൻ അഡീഷണൽ ടാക്സ് ഓൺ ദോസ് ഹു പേ ടാക്സ്. സർചാർജ് എന്താണ്? ടാക്സ് അടയ്ക്കുന്ന ആൾക്കാർക്ക് അഡീഷണൽ ടാക്സ് ആണ്. ഇൻ അതർ വേർഡ്സ് ഇറ്റ് ഈസ് ആൻ ആഡഡ് ടാക്സ് ഓൺ ടാക്സ് പേയേഴ്സ് ഹാവിങ് ഹയർ ഇൻകം ഫ്ലോ. അതൊരു ആഡഡ് ടാക്സ് ആണ്. എന്ത് ടാക്സ് പേയേഴ്സിന്, ഒരു ഹയർ ഇൻകം ഉള്ള ടാക്സ് പേയേഴ്സിന് ഒരു ആഡഡ് ടാക്സ് ആണ്. The rate of surcharge applicable for the financial year 2025-26 is as follows. Our rate of സർചാർജ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതാണ്. ഫോർ ഇൻഡിവിജ്വൽസ് HUF, AOP, BOI
ആർട്ടിഫിഷ്യൽ ജുഡീഷ്യൽ പേഴ്സണ് എന്താണ് നമ്മളിപ്പോൾ നമ്മുടെ വരുമാനം 50 ലക്ഷം മുതൽ 1 കോടി വരെയാണ് വരുമാനം വരുന്നതെങ്കിൽ നമ്മൾ എന്താണ് ഒരു 10% നമ്മൾ അധികം ടാക്സ് അടയ്ക്കേണ്ടി വരും. നമ്മൾ നേരത്തെ കണ്ടതാണ് ഒരു 60 വയസ്സിന് താഴെയുള്ള വ്യക്തിയാണെങ്കിൽ 2.5 to 5 lakh എത്രയാണ് 5%, 5 lakh to 10 lakh 20%, 10 lakh എബവ് ആണ് 30%. അപ്പോൾ ഇവിടെ 10 lakh എബവ് എന്ന് പറയുമ്പോൾ അയാളുടെ 50 ലക്ഷം മുതൽ 1 കോടി വരെയാണെങ്കിൽ 10% സർചാർജും കൂടി വരും. 1 കോടി കഴിഞ്ഞാൽ കേട്ടോ, 1 കോടി മുതൽ 2 കോടി വരെയാണെങ്കിൽ 15% ഒരു സർചാർജ് വരും. ഇനി പിന്നെ 2 കോടി മുതൽ 5 കോടി വരെയാണ് വരുമാനമെങ്കിൽ 25%, 5 കോടി എക്സീഡ് ചെയ്യുകയാണെങ്കിൽ 37%. അത് 15 BAC സെക്ഷൻ വരുന്ന ആൾക്കാർക്ക് അത് വേണ്ട എന്നുള്ളതാണ്. ഓക്കെ, നോട്ട് അപ്ലിക്കബിൾ ഫോർ ഓപ്റ്റിംഗ് സെക്ഷൻ 15 BAC. വെൻ AOP ആസ് എനി കമ്പനി മെമ്പർ, അതായത് അസോസിയേഷൻ ഓഫ് പേഴ്സൺ ആണെങ്കിൽ ഒരു കമ്പനി ഒരു മെമ്പർ ആയിട്ടുണ്ടെങ്കിൽ 15% സർചാർജ് അടയ്ക്കേണ്ടി വരും. AOP BOI ഹാവിങ് ഇൻകം എക്സീഡിങ് 5 crore, അതായത് നമുക്കറിയാലോ ഇതൊരു പേഴ്സണിൻ്റെ കൈൻഡ് അല്ലേ. അത് ഞാൻ പറഞ്ഞത് കഴിഞ്ഞ ക്ലാസ്സുകൾ കണ്ട് തറവാക്കിയ ആൾക്കാർക്ക് ഇത് ഫോളോ ചെയ്യാൻ പറ്റുള്ളൂ. എല്ലാ കാര്യങ്ങളും നമുക്ക് വീണ്ടും ഒരു ക്ലാസ്സിൽ നമുക്ക് വീണ്ടും റിപ്പീറ്റ് അടിച്ച് പറയാൻ സാധിക്കില്ല. അപ്പോൾ അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. AOP BOI പാർട്ട്ണർഷിപ്പ്, കമ്പനി, കോപ്പറേറ്റീവ് സൊസൈറ്റി, ഇൻഡിവിജ്വൽ, HUF, അതേമാതിരി ആർട്ടിഫിഷ്യൽ ജുഡീഷ്യൽ പേഴ്സൺ ഒക്കെ വരുന്നത് ഈ പേഴ്സൺസിൻ്റെ, അതായത് ഇൻകം ടാക്സ് അംഗീകരിച്ച പേഴ്സൺസ് ആണ്. അപ്പോൾ അതിൽ അതാ പറഞ്ഞത് ഒരു AOPയിൽ അസോസിയേഷൻ ഓഫ് പേഴ്സൺസിൽ ഒരു കമ്പനി മെമ്പർ ആയിട്ടുണ്ടെങ്കിൽ സർചാർജ് 15% വരും. AOP BOIൻ്റെ ഇൻകം 5 കോടി കടക്കുകയാണെങ്കിൽ 25% ടാക്സ് വരും. ഇനി കോപ്പറേറ്റീവ് സ്ഥാപനങ്ങൾ, കോപ്പറേറ്റീവ് ഫേം, ലോക്കൽ അതോറിറ്റി, അതിൻ്റെ ഇൻകം 1 കോടി മുതൽ 10 കോടി വരെയാണെങ്കിൽ 7% ടാക്സ് വരും. അതേപോലെ കോപ്പറേറ്റീവ് ഫേം, ലോക്കൽ അതോറിറ്റിയിൽ ഇൻകം 10 കോടി കഴിയുകയാണെങ്കിൽ 12% ടാക്സ് അല്ല സർചാർജ് വരും. ഓക്കെ, സർചാർജിൻ്റെ എമൗണ്ടുകൾ കൃത്യമായിട്ടും പഠിച്ചു വെക്കേണ്ടത് അത്യാവശ്യമാണ്. പിന്നീട് അത് കഴിഞ്ഞാൽ ഡൊമസ്റ്റിക് കമ്പനീസ് ഹൂസ് ടോട്ടൽ ഇൻകം, ഡൊമസ്റ്റിക് കമ്പനികളാണെങ്കിൽ, അതായത് ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്ത കമ്പനികളാണെങ്കിൽ, ഡൊമസ്റ്റിക് കമ്പനികളാണെങ്കിൽ 1 കോടി മുതൽ 10 കോടി വരെയാണെങ്കിൽ സർചാർജ് 7% വരും. ഫോറിൻ കമ്പനികളാണെങ്കിൽ 1 കോടി മുതൽ 10 കോടി വരെയാണെങ്കിൽ 2% വരും. ഫോറിൻ കമ്പനിക്ക് അത് കുറച്ച് ആനുകൂല്യം കൊടുക്കും. കാരണം ഫോറിൻ കമ്പനികൾ ഇവിടെ വന്ന് ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളത് ഗവൺമെൻറ് ആവശ്യവുമാണ്. കാര്യം നമുക്ക് വേണ്ടത്ര രീതിയിൽ ക്യാപിറ്റൽ ഉണ്ടാക്കാൻ പറ്റാത്തത് കൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഫോറിൻ കമ്പനിക്ക് അവിടെ ചെറിയൊരു ആനുകൂല്യം കൊടുക്കുന്നുണ്ട്. 2% അവർക്ക് സർചാർജ് വരുന്നത്. ഡൊമസ്റ്റിക് കമ്പനി ആണെങ്കിൽ, ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്ത കമ്പനി ആണെങ്കിൽ 7% സർചാർജ് വരും. ഇനി ഡൊമസ്റ്റിക് കമ്പനികളുടെ ഇൻകം 10 കോടി കഴിയുകയാണെങ്കിൽ 12% അവർക്ക് സർചാർജ് വരുന്നത്. ഫോറിൻ കമ്പനികളുടെ ഇൻകം 10 കോടി കഴിയുകയാണെങ്കിൽ 5% സർചാർജ് വരുന്നത്. അതർ ഇൻകം ചാർജബിൾ അണ്ടർ സെക്ഷൻ 11A, അതായത് നമ്മളെ ഷെയർ ട്രേഡിംഗ് ആയിട്ട് ബന്ധപ്പെട്ട, അതായത് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻസ് ആയിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. അതായത് അതിലൊക്കെ ഇൻകം വരികയാണെങ്കിൽ 15% ടാക്സ് സർചാർജ് വരും. അതർ ഇൻകം ചാർജബിൾ അണ്ടർ സെക്ഷൻ 115BAA ആൻഡ് 115BAB, 115BAD ഒക്കെ വരുമ്പോൾ 10% ആണ് സർചാർജ് വരിക. അതർ ഇൻകം ചാർജബിൾ അണ്ടർ സെക്ഷൻ 15, അത് അൺഎക്സ്പ്ലെയിൻഡ് ഇൻകം ഉണ്ടെങ്കിൽ 25% സർചാർജ് വരിക. അപ്പോൾ ഇതിൻ്റെ നിരക്കുകളൊക്കെ നിങ്ങൾ ഒന്ന് നോക്കി വെക്കുക. ഇനി അത് കഴിഞ്ഞാൽ ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് ഇൻകം ടാക്സ് പ്ലസ് സർചാർജിൻ്റെ കൂടെ 4% വരിക. പേയബിൾ ടു ഓൾ എല്ലാ ടാക്സ് പേയേഴ്സും ഈ ഹെൽത്തും എഡ്യൂക്കേഷൻ സെസ്സും അടയ്ക്കണം. 4% ടാക്സിൻ്റെ പുറത്ത് നമ്മളൊരു 4% ഈടാക്കുക ചെയ്യുക. ടാക്സ് റേറ്റ് ഫോർ പാർട്ട്ണർഷിപ്പ് ഫേംസ്, അപ്പോൾ ഇതൊക്കെ നമ്മൾ നേരത്തെ കണ്ട ഇൻഡിവിജ്വലിൻ്റെ കേസാണ്. ഇൻഡിവിജ്വലിൻ്റെ HUFൻ്റെ കേസാണ് നമ്മൾ ഇവിടെ കണ്ടത്. ഇനി പാർട്ട്ണർഷിപ്പ് ഫേമിന് ഇത് നമ്മൾ സർചാർജ് കണ്ടു. പാർട്ട്ണർഷിപ്പ് ഫേമിന് ഇങ്ങനെയല്ല വരിക. ഇതിന്റെ പുറത്താണ് ഈ പറഞ്ഞ സർചാർജും നമ്മൾ ഇവിടെ കണ്ട ഈ സർചാർജും ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ്സും ഇതിന് പുറത്താണ് വരിക. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ സർചാർജിന്റെ കേസ് കണ്ടു. ഈ ഒരു ടാക്സ് സ്ലാബ് പാർട്ട്ണർഷിപ്പ് ഫേമിന് വ്യത്യാസമുണ്ട്. ഇൻഡിവിജ്വലിന്റെ കേസാണ് നമ്മൾ ഈ സ്ലാബ് കണ്ടത്. പാർട്ട്ണർഷിപ്പ് ഫേമിന് എങ്ങനെയാണ് വരുന്നത്? പാർട്ട്ണർഷിപ്പ് ഫേമിന് ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 30% ടോട്ടൽ ഇൻകത്തിലാണ് വരിക. സർചാർജ് വരും, പിന്നെ ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് വരും. ഡൊമസ്റ്റിക് കമ്പനിക്ക് 30% ടോട്ടൽ ഇൻകത്തിൽ വരിക. ടേൺ ഓവർ
പ്രീവിയസ് ഇയർ 2023-24 400 കോടിക്ക് കുറവാണെങ്കിൽ 25% ടാക്സ് വരും. കൺസെഷണൽ റേറ്റ്സ് ഉണ്ട്. 115BA, 115BAA, 115BAB ഒക്കെ വരുമ്പോൾ എന്താണ് ഇങ്ങനെ 25%, 22%, 15% ടാക്സ് നിരക്കുകൾ വരും. പ്ലസ് എന്താണ് സർചാർജ് അപ്ലിക്കബിൾ, പിന്നെ എന്താണ് 4% ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ്. അപ്പോൾ സർചാർജ് നമ്മൾ കണ്ടില്ല, ഇത്രയും വരുമാനം കൂടുമ്പോഴൊക്കെയാണ് വരുന്നത്. 1 കോടിയിൽ കുറഞ്ഞ സർചാർജേ വരില്ല. അതേപോലെ ഇൻഡിവിജ്വൽസിന് 50 ലക്ഷത്തിന് താഴെയാണ് വരുമാനം വരുന്നതെങ്കിൽ എന്താണ് അവർക്കും സർചാർജ് വരില്ല. ഓക്കെ, പക്ഷെ ടാക്സ് എന്തായാലും വരും. പിന്നെ ലോക്കൽ അതോറിറ്റിക്ക് 30%, സർചാർജ് 12% വരും, ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് 4% വരും. ഇനി ടാക്സ് റേറ്റ് ഫോർ കമ്പനീസ് കൊടുത്തിട്ടുണ്ട്. ഡൊമസ്റ്റിക് കമ്പനീസ് എന്താണ് നമ്മൾ അത് 2023-24 എന്താണ് 400. ഓക്കെ, അപ്പോൾ അത് 23-24 400 കോടിക്ക് സ്വതവേ ഡൊമസ്റ്റിക് കമ്പനിക്ക് 30% വരിക. 400 കോടിക്ക് 23-24 400 കോടിക്ക് കുറവാണ്, 25% വരും. കമ്പനി സാറ്റിസ്ഫൈങ് ദ കണ്ടീഷൻ ഓഫ് സെക്ഷൻ 115BA ആണെങ്കിൽ 25%. കമ്പനീസ് ഓപ്റ്റിംഗ് ടു പേ ടാക്സ് അണ്ടർ സെക്ഷൻ 115BA, അതായത് 115BAA പ്രകാരം ടാക്സ് അടയ്ക്കാൻ പറഞ്ഞ കമ്പനിയാണെങ്കിൽ 22% വരും. കമ്പനി ഓപ്റ്റിംഗ് ടു പേ ടാക്സ് അണ്ടർ സെക്ഷൻ 115AB വരുമ്പോൾ 15% വരിക. സർചാർജ് 1 മുതൽ 10 കോടി വരികയാണെങ്കിൽ 7% വരും, അതായത് ഡൊമസ്റ്റിക് കമ്പനിക്ക്. വെൻ ടോട്ടൽ ഇൻകം എക്സീഡ്സ് 10 crore ആകുമ്പോൾ എന്താണ് 12% വരും. ഇനി ഫോറിൻ കമ്പനിക്ക് നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഡൊമസ്റ്റിക് കമ്പനിക്ക് 30% ആയിരുന്നു ടാക്സ് എങ്കിൽ എന്താണ് ഫോറിൻ കമ്പനിക്ക് അത് 35% വരും. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പല സ്വതവേ ഡൊമസ്റ്റിക് കമ്പനിക്ക് വരുന്ന നിരക്കാണ് ഈ 30%. അതിപ്പോൾ ഇത് ഓപ്റ്റ് ചെയ്യുന്ന കമ്പനിയാണ്, ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്ന, അതായത് 115BA സാറ്റിസ്ഫൈ ചെയ്യുന്ന കമ്പനിയാണെങ്കിൽ 25%, 115BAA ഓപ്റ്റ് ചെയ്യുന്ന കമ്പനിയാണെങ്കിൽ 22%, 115AB സാറ്റിസ്ഫൈ ചെയ്യുന്ന കമ്പനിയാണെങ്കിൽ 15%. 115BA 25, BAA 22, AB 15%. പിന്നീട് 400 കോടി 23-24 കുറവ് വാങ്ങിയ കമ്പനിയാണ് 25%. സർചാർജ് 1 മുതൽ 10 കോടിൻ്റെ ഇടയിൽ വരുമാനം വാങ്ങുന്ന കമ്പനിയാണ് അഡീഷണൽ ഒരു 7%. ഇതിൻ്റെ കൂടെ അഡീഷണൽ ആയിട്ട് എന്താണ് ഒരു 7% വരും. ഇനി 10 കോടി കഴിഞ്ഞ കമ്പനിയാണെങ്കിൽ എന്താണ് 12% അഡീഷണൽ ആയിട്ട് ടാക്സ് കൊടുക്കേണ്ടി വരും. ഫോറിൻ കമ്പനി ഇവിടെ 30 ആണെങ്കിൽ എന്താണ് ഫോറിൻ കമ്പനിക്ക് 35%. ഈ ഓപ്ഷൻസ് ഒന്നും ഫോറിൻ കമ്പനിക്ക് ഇല്ല. സർചാർജ് പക്ഷേ 5%, പിന്നെന്താണ് 4% മാത്രമാണ് ഫോറിൻ കമ്പനീസിന് വരുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ടാണ് ന്യൂ ടാക്സ് റെജീം. ഇൻഡിവിജ്വൽസിനും HUFനാണ് പുതിയ ടാക്സ് റെജീം. അത് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ഗവൺമെന്റ് പാസ്സാക്കിയതാണ്. അപ്പോൾ പഴയ ടാക്സ് റെജീമാണ് ഇത് കണ്ടത്. പഴയ ടാക്സ് റെജീം പ്രകാരം ഇൻഡിവിജ്വൽസ് കൊടുക്കേണ്ട ടാക്സ് നിരക്കുകളാണ് നമ്മൾ ഇവിടെ കണ്ടത്. ഇത് പഴയ ഓൾഡ് ടാക്സ് റെജീമാണ്. അപ്പോൾ ന്യൂ ടാക്സ് റെജീം, അപ്പോൾ ഇത് ഓപ്റ്റ് ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ, സാലറി വാങ്ങുന്ന ആൾക്കാർ, ചിലർക്ക് ഇത് ലാഭമായിരിക്കില്ല, ചിലർക്ക് മറ്റേതായിരിക്കും ലാഭം. അപ്പോൾ എന്താണ് ന്യൂ ടാക്സ് റെജീം ഫോർ ഇൻഡിവിജ്വൽസ് ആൻഡ് HUF സെക്ഷൻ 115BAC. Section 115BAC provides an optional concessional tax regime for individuals, HUF, AOP, BOI and artificial judicial person. അപ്പോൾ ഇൻഡിവിജ്വൽ HUF അതുകൂടാതെ AOP, BOI ആൻഡ് ആർട്ടിഫിഷ്യൽ ജുഡീഷ്യൽ പേഴ്സണ് ഈ ഒരു സെക്ഷൻ ഓപ്റ്റ് ചെയ്തുകൊണ്ട്, അതായത് സെക്ഷൻ എത്രയാണ് 115 BAC ഓപ്റ്റ് ചെയ്തുകൊണ്ട്, 115 BAC ഓപ്റ്റ് ചെയ്തുകൊണ്ട് എന്താണ് പുതിയ ടാക്സ് റെജീം എടുക്കാം. അപ്പം എന്താണ് അവർക്ക് വേണമെങ്കിൽ ഓൾഡ് ടാക്സും റെജീം ചൂസ് ചെയ്യാം. എലിജിബിൾ ആണെങ്കിൽ ന്യൂ ടാക്സ് അപ്ലിക്കബിൾ ആസ് ഡിഫോൾട്ട്, ഇതാണ് ഡിഫോൾട്ട് ആയിട്ട് വരിക. ഇത് മറ്റേ ഓൾഡ് ടാക്സ് റെജീം അവർ ചൂസ് ചെയ്യണം. ഓക്കെ, കാര്യം അവരെ വരുമാനം നന്നായിട്ട് കൂടുമ്പോൾ ഇതിനെക്കാട്ടി നന്നാവും മറ്റേ ടാക്സ് റെജീമാണ്, അല്ലെങ്കിൽ എന്താണ് ഇതാണ് നന്നാവുക. അപ്പോൾ ഓൾഡ് ടാക്സ് റെജീം വേണോ ന്യൂ ടാക്സ് റെജീം വേണോ അവർക്ക് ചൂസ് ചെയ്യാം. ഡിഫോൾട്ട് ആയിട്ട് വരുന്നത് ന്യൂ ടാക്സ് റെജീമാണ്. സെക്ഷൻ 115BAC ആണ് വരുന്നത്. അതിൻ്റെ ടാക്സ് സ്ലാബുകൾ എങ്ങനെയാണ്? അപ്പോൾ 4 ലക്ഷം വരെ അവർ എന്താണ്, പണ്ട് നമുക്ക് അറിയായിരുന്നു ഇങ്ങനെയാണ് ടാക്സ് വരുന്നത്. 3 തരത്തിലായിരുന്നു ടാക്സ് വന്നിട്ടുണ്ടായിരുന്നത് അല്ലേ? പണ്ട് അത് 3 തരത്തിലാണ് ടാക്സ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ ഇപ്പോൾ 60 വയസ്സിന് കുറവുള്ള ആൾക്കാർ, 60 മുതൽ 80 വയസ്സ് വരെയുള്ള ആൾക്കാർ, 80 വയസ്സിന് അല്ലെങ്കിൽ അതിന് കൂടുതലുള്ള ആൾക്കാർ. 60 വയസ്സ് വരെയുള്ള ആൾക്കാർക്ക് 2.5 to 5 ലാക്ക് 2.5 വരെ ടാക്സ് ഇല്ല. 2.5 to 5 ലാക്ക് വരെ 5%. ഇവിടെ 3 ലാക്ക് മുതൽ 5 ലാക്ക് വരെ 20%. ഇവിടെ 5 ലക്ഷം വരെ ടാക്സ് ഇല്ല. ഓക്കെ, അത് കഴിഞ്ഞാൽ എന്താണ് അടുത്തത്? ഇവിടെ 5 ലക്ഷം മുതൽ 10 ലക്ഷം വരെ 20%.
ഇത് 5%. പിന്നെന്താണ് ഇവിടെ 5 ലക്ഷം മുതൽ 10 ലക്ഷം വരെ 20%. ഇവിടെ അതേപോലെ. പിന്നെ 10 ലക്ഷത്തിന് എബവ് 30%. അപ്പോൾ അതായിരുന്നു ഓൾഡ് ടാക്സ് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അപ്പോൾ പുതിയ ടാക്സ് റെജീം പറഞ്ഞത് 4 ലക്ഷം വരെ. അതിപ്പോൾ ഈ വയസ്സിൻ്റെ മാനദണ്ഡമൊന്നും അവിടെ ഇനി വരുന്നില്ല. 4 ലക്ഷം വരെ എന്താണ് ടാക്സ് ഇല്ല. 4,01,000 രൂപ മുതൽ 8 ലക്ഷം വരെ 5% ടാക്സ്. 8,01,000 രൂപ മുതൽ 12 ലക്ഷം വരെ 10% ടാക്സ്. 12,01,000 രൂപ മുതൽ 16 ലക്ഷം വരെ 15% ടാക്സ്. അത് കഴിഞ്ഞാൽ വരുന്നതാണ് 16,01,000 രൂപ മുതൽ 20 ലക്ഷം വരെ 20% ടാക്സ്. 20,01,000 രൂപ മുതൽ 24 ലക്ഷം വരെ 25% ടാക്സ്. 24 ലക്ഷം എബവ് വരുന്ന ആൾക്ക് എന്താണ് 30% എന്താണ് ടാക്സ് വരുന്നുണ്ട്. അപ്പോൾ ടാക്സ് റെജീമിൽ കുറച്ച് മാറ്റമുണ്ട്. 4, 4, 8, 8, 12, 12, 16, 16, 20. അപ്പോൾ 4ൻ്റെ ഡിഫറൻസ് ആണ്. 20, 24. അപ്പോൾ 4 വരെ നോ ടാക്സ്. 4, 8, 5, 8, 12, 10, 12, 16, 15, 16, 20, 20, 20, 24, 25, എബവ് 24, 30%. ബേസിക് എക്സംഷൻ നോക്കിക്കഴിഞ്ഞാൽ 4 ലക്ഷം സെയിം ഫോർ ഓൾ ഏജസ് ആണ്. റിബേറ്റ് വരുന്നുണ്ട്. ഇതിന് അക്കോർഡിംഗ് ടു 87A റിബേറ്റ് ഡസ് നോട്ട് എക്സീഡ് 12. അവർ എന്താണ് 12 ലക്ഷം ക്രോസ് ചെയ്തിട്ടില്ലെങ്കിൽ ഇവിടെ എത്തിയാൽ കിട്ടൂല. ഇതുവരെ വരുമാനം വാങ്ങുന്ന ആളാണെങ്കിൽ ഈ 10% വരെ ടാക്സ് ഇല്ലാതായി പോകും. റിബേറ്റ് എത്ര കിട്ടും എന്ന് വെച്ച് കഴിഞ്ഞാൽ 60,000 രൂപ റിബേറ്റ് കിട്ടും. അത് കറക്റ്റാണ്. അപ്പോൾ എന്താണ് 4 ലക്ഷം വരെ ടാക്സ് ഇല്ലല്ലോ. അപ്പോൾ എന്താണ് ഇവിടേക്ക് നോക്കിയാൽ എന്താണ് 12 വരെ 60,000 ടാക്സ് വരുള്ളൂ. അപ്പോൾ അതെന്താണ് ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഓക്കെ. അപ്പോൾ എന്താണ് മാക്സിമം റിബേറ്റ് ആണ്. ഹെൽത്ത് ആൻഡ് സർചാർജ് ആൻഡ് ഹെൽത്ത് എഡ്യൂക്കേഷൻ സെസ് എന്താണ് 4% വരും. സർചാർജ് വരും. നേരത്തെ പോലെ തന്നെ എന്താണ് ഇതിനനുസരിച്ച് സർചാർജ് വരും. നമ്മളിവിടെ പറഞ്ഞതുപോലെ ഇതിൽ പറഞ്ഞ പോലെ എന്താണ് സർചാർജ് വരും എന്നുള്ളതാണ്. ഓക്കെ. അപ്പോൾ അത് വരും. അപ്പോൾ അതിനനുസരിച്ച് 12 ലക്ഷം വരെ ടാക്സ് ഉണ്ടാവില്ല. പിന്നെ ഡിഡക്ഷൻസ് ആൻഡ് എക്സംഷൻസ് നോട്ട് അലൗഡ് ആണ്. ഇൻട്രസ്റ്റ് ഓൺ സെൽഫ് ഒക്യുപ്പൈഡ് പ്രോപ്പർട്ടി ഇവിടെ എന്താണ് നോട്ട് അലൗഡ് ആണ്. അത്തരം ഒരു ഡിഡക്ഷൻ പണ്ടുണ്ടായിരുന്നു, അത് ഇവിടെ കിട്ടില്ല. മോസ്റ്റ് ഡിഡക്ഷൻസ് അണ്ടർ ചാപ്റ്റർ 6A ഇവിടെ കിട്ടൂല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആൾക്കാർ പഴയ റെജീം എടുക്കേണ്ടി വരും. ചാപ്റ്റർ 6A നമ്മൾ ഇതിനു മുമ്പ് ചെറുതായിട്ടും സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഒക്കെ കാൽക്കുലേറ്റ് ചെയ്ത് ടോട്ടൽ ഇൻകം ഗ്രോസ് ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് കുറേ ഡിഡക്ഷൻസ് നമുക്ക് കുറയ്ക്കാനുണ്ടാവും. നമുക്ക് എന്തെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റുകളോ നമ്മുടെ ബിസിനസ്സിൻ്റെ നേച്ചറൊക്കെ വെച്ചിട്ട് അതൊന്നും ഇവിടെ കിട്ടില്ല. മോസ്റ്റ് എക്സംഷൻസ് ആൻഡ് അലവൻസസ് സച്ച് ആസ് HRA ആൻഡ് LTA ഒക്കെ എന്താണ് ലീവ് ട്രാവൽ അലവൻസ്, HRA എന്താണ് ഹൗസ് റെൻറ്റ് അലവൻസ് ഒന്നും കിട്ടില്ല. അലൗഡ് ആയ ഡിഡക്ഷൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ എംപ്ലോയറിൻ്റെ കോൺട്രിബ്യൂഷൻ ടു പെൻഷൻ 80CCD അലൗഡ് ആണ്. ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 80JJA ന്യൂ എംപ്ലോയീസ് JJAA അലൗഡ് ആണ്. ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 80CCH അത് അഗ്നിപത്ത് സ്കീമിൻ്റെ ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 80CCH. JJA ന്യൂ എംപ്ലോയീസ് ആണ്, CCH അഗ്നിപത്താണ്. അപ്പോൾ അത് അലൗഡ് ആണ്. പ്രൊഫഷണൽ ടാക്സും എൻ്റർടൈൻമെൻറ്റ് ടാക്സും അലൗഡ് ആണ്. ട്രാൻസ്പോർട്ട് അലവൻസ് ഫോർ ഡിഫറൻ്റ്ലി ഏബിൾഡ് എംപ്ലോയീസ് അലൗഡ് ആണ്. കൺവെയൻസ് ട്രാവൽ ടൂർ അലവൻസ് ഫോർ ഒഫീഷ്യൽ ഡ്യൂട്ടീസ് അലൗഡ് ആണ്. ഡെയിലി കൺവെയൻസ് അണ്ടർ പ്രിസ്ക്രൈബ്ഡ് കണ്ടീഷൻസ് അലൗഡ് ആണ്. ഡിഡക്ഷൻ ഫോർ ഫാമിലി പെൻഷൻ അലൗഡ് ആണ്. ഓപ്ഷൻ ടു സ്വിച്ച് ആണ്. സാലറി ടാക്സ് പേയേഴ്സ് ക്യാൻ ചൂസ് ബിറ്റ്വീൻ ഓൾഡ് ആൻഡ് ന്യൂ റെജീം. അപ്പോൾ നമ്മൾ ഒന്നുകിൽ ഇതെടുക്കാം, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ കണ്ട പഴയത് എവിടെയാണ് വരുന്നത്, നമ്മളിവിടെ കണ്ടിട്ടുണ്ടായിരുന്ന ഈ റെജീം എടുക്കാം. ഏതാണ് നമുക്ക് തോന്നുന്നത് നമുക്ക് എക്കണോമിക്കലി ബെനിഫിറ്റ് ആയിട്ടുള്ളത് എടുക്കാം എന്നുള്ളതാണ്. ഓക്കെ. പിന്നെ ബിസിനസ് ആൻഡ് പ്രൊഫഷൻ ടാക്സ് പേയേഴ്സ് ക്യാൻ എക്സസൈസ് ദി ഓപ്ഷൻ ഓൺലി വൺസ്. ഒരു പ്രാവശ്യമേ ഇത് ചൂസ് ചെയ്യാൻ പറ്റും, മറ്റാർക്ക് വേണമെങ്കിൽ വർഷാവർഷം മാറ്റാം. ബിസിനസ്സുകാർക്കും പ്രൊഫഷണൽ ടാക്സ് പേയേഴ്സിനൊക്കെ എന്താണ് ഒരു പ്രാവശ്യം ഇത് ഓപ്റ്റ് ചെയ്യാൻ പറ്റും, പിന്നീട് അത് മാറ്റാൻ പറ്റില്ല. The option must be exercised on or before the due date of filing income tax return. റിട്ടേൺ ഫയൽ ചെയ്യുന്നതിന് മുൻപ് ഈ ഓപ്ഷൻ എന്താണ് നമ്മൾ സെലക്ട് ചെയ്യണം എന്നുള്ളതാണ്. ഓക്കെ. ഇനി വരുന്നത് ആവറേജ് റേറ്റ് ഓഫ് ടാക്സ് ആണ്. സെക്ഷൻ 2 സബ്സെക്ഷൻ 10 പ്രകാരം. അപ്പം എന്താണ് ആവറേജ് റേറ്റ് ഓഫ് ടാക്സ്? ആവറേജ് റേറ്റ് ഓഫ് ടാക്സ് ഇസ് ദ ഓവറോൾ പെർസെൻറ്റേജ് ഓഫ് ടാക്സ് പെയ്ഡ് ഓൺ ടോട്ടൽ ഇൻകം. അപ്പോൾ ടോട്ടൽ ഇൻകത്തിൽ നമ്മൾ ഓവറോൾ ആയിട്ട് അടയ്ക്കുന്ന ടാക്സ് എത്രയാണെന്നുള്ളതാണ്. ഇറ്റ് ഈസ് മെയിൻലി യൂസ്ഡ് വെൻ ഇൻകം മിക്സ് ടാക്സ് അറ്റ് ഡിഫറെൻറ്റ് സ്ലാബ് റേറ്റ്. അപ്പോൾ ഇൻഡിവിജ്വലിന് HUF ഡിഫറെൻറ്റ് ടാക്സ് റേറ്റ് വരുമ്പോൾ ഈ ഒരു ആവറേജ്
റേറ്റ് ഓഫ് ടാക്സ് വരുന്നത്. അതിൻ്റെ ഫോർമുല ഇതാണ്. ആവറേജ് റേറ്റ് ഓഫ് ടാക്സ് ഇസ് ഈക്വൽ ടു എത്രയാണ് നമ്മുടെ ടാക്സ് ലയബിലിറ്റി, അതിനെ ടോട്ടൽ ഇൻകം ഡിവൈഡ് ചെയ്യുക, എന്നിട്ട് 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. നമ്മൾ ഈ സ്ലാബ് വെച്ച് ടാക്സ് അടയ്ക്കുമ്പോൾ എന്താണ്, നമുക്ക് കൃത്യം എത്ര ശതമാനം ശരിക്കും നമ്മൾ അടച്ചതെന്ന് അറിയില്ല. അല്ലെ, നമ്മൾ ഈ സ്ലാബ് ഒക്കെ റേറ്റ് ഒക്കെ വെച്ച് ഒരു ടാക്സ് ഒക്കെ അടച്ചാൽ നമുക്ക് ശരിക്കും നമ്മുടെ വരുമാനത്തിൻ്റെ എത്ര ശതമാനമാണ് ശരിക്കും ടാക്സ് അടച്ചത് എന്ന് അറിയണമെങ്കിൽ നമ്മൾ അതിൻ്റെ ആവറേജ് എടുക്കുക. അടച്ച ടാക്സ് ഡിവൈഡ് ബൈ നമുക്ക് എത്ര വരുമാനം ഉണ്ട് ഇൻറ്റു 100. അടച്ച ടാക്സ് ടോട്ടൽ ടാക്സ് ലയബിലിറ്റി, അല്ലെങ്കിൽ അടയ്ക്കാനുള്ള ടാക്സ് ടോട്ടൽ ടാക്സ് ലയബിലിറ്റി ഡിവൈഡ് ബൈ ടോട്ടൽ ഇൻകം ഇൻറ്റു 100. ഓക്കെ, അത് നമുക്ക് ഇവിടെ ഈ സ്ലാബ് നമ്മൾ പറയും നമ്മൾ 10% സ്ലാബിൽ അടച്ചത്, 20% സ്ലാബിൽ അടച്ചതെന്ന് പറയും. പക്ഷെ നമ്മുടെ ശരിക്കുള്ള നമുക്ക് കിട്ടിയ വരുമാനത്തിൻ്റെ എത്ര ശതമാനമാണ് ടാക്സ് ആയിട്ട് പോകുന്നത് എന്നറിയണമെങ്കിൽ എത്രയാണ് ശരിക്കും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത ടാക്സ് ലയബിലിറ്റി. ഇൻകം ടാക്സ് എന്ന് പറഞ്ഞ പേപ്പറിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക എത്ര ടാക്സ് ലയബിലിറ്റി വരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതിൽ ടാക്സ് ലയബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുക, എന്നിട്ട് നമ്മൾ ടോട്ടൽ ഇൻകം ഡിവൈഡ് ചെയ്യുക, എന്നിട്ട് 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഇവിടെ വരുമ്പോൾ എന്താണ് 12 ലക്ഷം ഇതുണ്ട് വരുമാനമുണ്ട്. ചിലത് പഴയ റെജീം ആയിരിക്കും. നമുക്ക് ടാക്സ് ലയബിലിറ്റി ടോട്ടൽ ടാക്സ് 1,72,500 ആണ്. 1,72,500 ഡിവൈഡ് ബൈ 12 ലക്ഷം ഇൻറ്റു 100. അപ്പോൾ 14%, 14.375%. ഓക്കെ, യൂസ് എന്താണെന്ന് വെച്ചാൽ ഹെൽപ്സ് ടു ഫൈൻഡ് എഫക്റ്റീവ് ടാക്സ് റേറ്റ് ഓൺ ടോട്ടൽ ഇൻകം. നമ്മുടെ ടോട്ടൽ ഇൻകത്തിൽ എഫക്റ്റീവ് ടാക്സ് റേറ്റ് എത്രയാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഇമ്പോർട്ടൻറ്റ് ഇൻ ദ അസസ്മെൻറ്റ് ഓഫ് അസോസിയേഷൻ ഓഫ് പേഴ്സൺ. അസോസിയേഷൻ ഓഫ് പേഴ്സൺ ആയി വരുമ്പോൾ കൃത്യമായിട്ട് അസസ്മെൻറ്റ് സാധിക്കും. ബോഡി ഓഫ് ഇൻഡിവിജ്വലിന് സഹായിക്കും. എക്സാം ഫോർമുല നമ്മൾ എന്താണ്, ഇതാണ് നമ്മൾ ഇത് തന്നെ, ഇതേ ഇക്വേഷൻ തന്നെ എന്താണ് എഴുതി വെച്ചാൽ മതി. അത് കഴിഞ്ഞാൽ വരുന്നതാണ് മാക്സിമം മാർജിനൽ റേറ്റ് MMR. സെക്ഷൻ 2 സബ്സെക്ഷൻ 29C ആണ്. മാക്സിമം മാർജിനൽ റേറ്റ് ഇസ് ദ ഹയസ്റ്റ് റേറ്റ് ഓഫ് ഇൻകം ടാക്സ്. അതായത് ഇൻകം ടാക്സിന് ഏറ്റവും ഹയസ്റ്റ് റേറ്റ് ആണ് മാക്സിമം മാർജിനൽ റേറ്റ്. സർചാർജ് ഇൻക്ലൂഡിങ് സർചാർജ് ആൻഡ് ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ്. അതായത് നമ്മൾ എന്താണ് ഒരു ടാക്സിന് സ്ലാബ് ഉണ്ടല്ലോ, ആ സ്ലാബ് നിരക്ക് വെച്ചൊരു ടാക്സ് വരും, അതിൻ്റെ കൂടെ ഒരു സർചാർജ് വരും, അതിൻ്റെ കൂടെ ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ വരും. എല്ലാം കൂടി ചേർത്തിട്ട് നമുക്ക് വരുന്ന മാക്സിമം ഹയസ്റ്റ് ഇൻകം ടാക്സ് റേറ്റ് എത്രയാണ്, അതായത് മൂന്നും കൂടി കൂട്ടിയിട്ട് അതാണ് മാക്സിമം മാർജിനൽ റേറ്റ്. സോ അതൊക്കെ ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് 3 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. MMR ഇസ് ദ ഹയസ്റ്റ് റേറ്റ് ഓഫ് ഇൻകം ടാക്സ് എന്ന് എഴുതാം. എന്താണ് എഴുതേണ്ടത്, ഹയസ്റ്റ് റേറ്റ് ഓഫ് ഇൻകം ടാക്സ്. പറ്റുമെങ്കിൽ സെക്ഷൻ ഓർത്ത് വെക്കുക, സെക്ഷൻ 2 സബ്സെക്ഷൻ 29C, 2 സബ്സെക്ഷൻ 29C. ഇൻക്ലൂഡിങ് എന്താണ്, സർചാർജ് ആൻഡ് ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് applicable to highest income slab as prescribed in Finance Act. അപ്പോൾ MMR for previous year 2025-26 ഓൾഡ് ടാക്സ് റെജീം പ്രകാരം 42%, അതായത് 30 അല്ലേ മാക്സിമം സ്ലാബ്, അതിൻ്റെ കൂടെ എന്താണ് 37% സർചാർജ് ആണ് മാക്സിമം സർചാർജ് കിട്ടാൻ ചാൻസ് ഉള്ളത്. അതായത് 30ൻ്റെ 37% ആണ് കേട്ടോ. 30% ടാക്സ് വന്നാൽ ആ ടാക്സിന് 37% സർചാർജ് വരും. പിന്നെ ഇത് രണ്ടും കൂടി വരില്ലേ, അതിൻ്റെ 4%. എല്ലാം കൂടി വരുമ്പോൾ ശരിക്കും 42.74 42.74% ആണ് നമുക്ക് മാക്സിമം ടാക്സ് കിട്ടുക. ഏകദേശം 50% അടുത്തായി. ഇപ്പോൾ വലിയൊരു ഒരു 50 കോടി 100 കോടിയൊക്കെ വരുമാനം വാങ്ങുന്ന ആൾക്ക് അയാളുടെ 42% എന്താണ് ടാക്സ് ആയിട്ട് പോകും. ഇൻഡിവിജ്വല് പുതിയ ടാക്സ് റെജീം പ്രകാരമാണെങ്കിൽ 39% ടാക്സ് റേറ്റ് ആയിട്ട് പോകും. പാർട്ട്ണർഷിപ്പ് ഫേമിന് എത്രയാണ്, ഇതിൻ്റെ 30%, സർചാർജ് 12 ആണ് മാക്സിമം വരിക, 4%. അങ്ങനെ വരുന്ന നേരത്തെ എന്താണ് ഡൊമസ്റ്റിക് കമ്പനി ആണെങ്കിലും, പാർട്ട്ണർഷിപ്പ് ഫേമിനും ഡൊമസ്റ്റിക് കമ്പനി ആണെങ്കിലും അത് 34.9%, 34.94% ടാക്സ് റേറ്റ്. ഫോറിൻ കമ്പനി നോൺ ഡൊമസ്റ്റിക് കമ്പനി ആണെങ്കിൽ 38.22% ടാക്സ് വരും. 35% അവർക്ക് ടോട്ടൽ മാക്സിമം ടാക്സ്. പിന്നെ സർചാർജ് 5% അവർക്ക് മാക്സിമം ഉള്ളൂ. പിന്നെ 4% ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ്. അപ്പോൾ ഇങ്ങനെയാണ് ടാക്സ് മാക്സിമം. നമ്മൾ പരമാവധി വരുമാനം ഉണ്ടാക്കുന്ന ആൾ, ഈ സ്ലാബൊക്കെ കഴിഞ്ഞ് ഏറ്റവും കൂടുതൽ 50, 20, 70, 100 കോടിയൊക്കെ വരുമാനം ഒരു വർഷം ഉണ്ടായി കഴിഞ്ഞാൽ എന്താണ് അതിലൊരു 42 കോടി ടാക്സ് ആയിട്ട് പോകും. പഴയ റെജീമാണ്. 39 കോടി പുതിയ റെജീമാണ് ഇൻഡിവിജ്വലിന്. ഈ കമ്പനികളാണ് അതിൽ 34.9, 35 കോടിയുടെ ഫോറിൻ കമ്പനി ആകുമ്പോൾ എന്താണ് അവരൊരു 38 കോടിയോളം ടാക്സ് ആയിട്ട് അടയ്ക്കേണ്ടി വരും. അപ്പോൾ ഇതാണ് മാക്സിമം മാർജിനൽ റേറ്റ്, എന്താണ് ഹയസ്റ്റ് അപ്ലിക്കബിൾ ടാക്സ് റേറ്റ് ആണ്. അപ്പോൾ ടാക്സും സർചാർജും ഈ 4% ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ്സും കൂടി വന്നാൽ ഒരു വ്യക്തിൻ്റെ കയ്യിൽ നിന്ന് എത്ര ശതമാനമാണ് ടാക്സ് വരുമാനത്തിന് പോകാമെന്ന് വെച്ചാൽ അതാണ്. അത് നിങ്ങൾ ഓർത്ത് നോക്കി വെക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചിലപ്പോൾ ഇത് 3 മാർക്കിന് ചോദിക്കാൻ ചാൻസ് വളരെ കൂടുതലാണ്. ഓക്കെ, അപ്പോൾ ക്ലാസ് കുറച്ച് ഞാൻ പറഞ്ഞു നീണ്ടു പോയിട്ടുണ്ട്. കാര്യം ഈ കോൺസെപ്റ്റുകൾ പറഞ്ഞു പോകാൻ കുറച്ച് ടൈം എടുക്കും. പിന്നെ പകുതി വെച്ച് നിർത്തി വേറെ ക്ലാസ്സിലേക്ക് പോകാത്ത നല്ല, അതുകൊണ്ടാണ് ഇങ്ങനെ പോകുന്നത്. ഇനിയിപ്പോൾ നമുക്ക് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ആണ്, അത് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് എടുക്കാം. ഓക്കെ.